ഇനി നമ്മൾ ആലപ്പുഴ അമ്പലപ്പുഴ വരെ പോകുന്നു. കാക്കാഴത്തെ ശ്രീനാരായണ ഗുരുമന്ദിരം തൽക്കാലം പൊളിച്ച് നീക്കില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ ഹൈക്കോടതി പോലീസിനോടും സ്ഥലം റിസീവറോടും റിപ്പോർട്ട് തേടി. അടുത്ത മാസം 20-ന് കോടതി വിഷയം വീണ്ടും പരിഗണിക്കും. സ്വകാര്യ ട്രസ്റ്റ് നടത്തിയ തട്ടിപ്പിന്റെ പേരിൽ ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിച്ചു നീക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. ദേശീയപാതയിൽ അമ്പലപ്പുഴ കാക്കാഴത്തുള്ള 70 വർഷം പഴക്കമുള്ള ഗുരുമന്ദിരം ഇന്ന് പൊളിച്ചു നീക്കാനായിരുന്നു കോടതി ഉത്തരവ്. റിസീവറും പോലീസും എത്തിയതോടെ വൻ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഉത്തരവ് നടപ്പിലാക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ വെട്ടിപ്പ് കമ്പനി എന്ന് പറയുന്നത് പഴയ പ്രസിഡന്റ് ബാബുവും സെക്രട്ടറിയും റിസീവറും കൂടെ ചേർന്നുകൊണ്ട് ലക്ഷക്കണക്ക് കോടിക്കണക്കിന് രൂപ ഹൈവേയുടെ സ്ഥലത്തിന് പോയി കിട്ടി. അപ്പുറത്ത് സ്ഥലം വിറ്റപ്പോൾ 2.5 കോടി കിട്ടി. അതിന് 62 സെൻറ്റ് പിന്നെ അവിടെ വിൽക്കാനുണ്ട്. ഇതിലൊന്നും ഞങ്ങൾക്ക് കോടതി ധിക്കരിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഈ 16 സെൻറ്റ് സ്ഥലം പൂർവ്വീകർ സമ്പാദിച്ച് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്യും. പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നു. ഇതിനിടെ വിഷയത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി 20-ന് വീണ്ടും പരിഗണിക്കും. നിക്ഷേപകരുടെ പണം തിരികെ നൽകാനാണ് ദേശീയപാതക്കരികിലെ കോടികൾ വില വരുന്ന സ്ഥലം ഹൈക്കോടതി ഉത്തരവനുസരിച്ച് വിൽക്കുന്നതെങ്കിലും നിക്ഷേപകരുടെ കൃത്യമായ വിവരങ്ങൾ പോലും റിസീവറുടെ പക്കലില്ലെന്നും ആരോപണമുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകും വരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെയും വിശ്വാസികളുടെയും തീരുമാനം. 24 ആലപ്പുഴ.